വ്യക്തിവൈരാഗ്യങ്ങൾ തീർക്കണം, ഇങ്ങനെയൊന്നും ആയിരിക്കരുത് മനുഷ്യരല്ലേ. ഓൻ്റെ അവസ്ഥ പറ്റ മോശം, അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മതി, പിന്നെ കുഴപ്പമുണ്ടല്ലോ. മനസ്സിലായില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര മോശമായി പോകുന്നത്. എന്താ അവിടെ നിന്ന് സംസാരിക്കണേ? ഇത് കയറി വാ. നീ എന്താ ജമന്തി കുടിക്കാത്ത വെള്ളം എടുത്തോ, ഫാസിലുണ്ടേ. ഫാസിലിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? ഫാസിലിനോട് ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ കാര്യം? വീട്ടിലൊന്നല്ല നീ നമ്മളോട് ജോലി ചെയ്യുന്ന അജയൻ അറിയില്ല മോന്. അജയ് എന്ന് പറഞ്ഞാ ഇവിടെ ഒരിക്കൽ വന്നിട്ടുണ്ടാവും ഇവിടെ. ആ കറുത്തിട്ട് ഇത്തിരി തടിച്ചിട്ട്. എന്തേ അവനെന്താ പറ്റി? അവനാ ജോലി സസ്പെൻഡ് ചെയ്തു. എന്തിനെന്ന് ചോദിച്ചാൽ എന്തോ മേലുദ്യോഗസ്ഥനോട് എന്തൊക്കെയോ മോശമായിട്ട് പെരുമാറിയെന്നോ, പിന്നെ ജോലിയിൽ എന്തൊക്കെയോ തിരിമറി ചെയ്തെന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ തോന്നില്ലല്ലോ അല്ലേ? ഇതൊന്നും അല്ല മാവകാര്യം, ഇത് മറ്റേ ആക്സി എടുത്ത് അങ്ങനെ ഇഷ്ടമല്ല. അതന്നെ മനസ്സിലായി, പുള്ളിയുടെ ഒരു വൈരാഗ്യം തീർത്ത പുള്ളി. ഓ ശരി. ഇതൊന്നും അല്ല, ഇതൊന്നും വലിയ കുഴപ്പമില്ല, അത് സസ്പെൻഷൻ. നന്നായി ഈ പൊരി വെയിലത്ത്. ഇതെന്താ മോരുമള്ളം 2 ഗ്ലാസ് എനിക്ക് പറ്റില്ലേ? അവരല്ലേ ഇപ്പൊ ചൂടത്തുനിന്ന് വന്നത് അമ്മാവൻ. അപ്പൊ എന്താ ഇവിടെ AC ഇട്ടുണ്ടോ? ഇവിടെ ഇരിക്കണ ആർക്കും ചൂടൊന്നും ഉണ്ടാവില്ല. അമ്മാവൻ ഞാൻ അകത്തെടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കത് വേണ്ടപ്പോ. അല്ല അമ്മ ഇത് കുടിച്ചോ? വേണ്ട, അവിടെ ഉണ്ട്, അകത്തുണ്ട്. ഞാൻ കുടിച്ചില്ല. അത് വേണ്ടെന്നേ. അജയന്റെ കാര്യം പറ. അപ്പൊ ഇത് ഇപ്പൊ സസ്പെൻഷൻ ആയത് നമുക്ക് പിന്നെ കുഴപ്പമില്ല, തിരിച്ചു വരാമല്ലോ. പക്ഷെ ഇയാൾ ഏറ്റവും ചെയ്ത പണിയെന്ന് വെച്ചാല്, പണിയെന്നല്ല, അത് ഭയങ്കര മോശമായി പോയി. ഇവന്റെ പെങ്ങളുടെ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അതിന് ബാങ്കിൽ ലോണിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അപേക്ഷ കൊടുത്തിരിക്കുകയായിരുന്നു. അത് ഇയാൾ ബ്ലോക്ക് ചെയ്യണം. ഈ കൊച്ചിനാണ് അച്ഛനും ഇല്ല, ഇവൻ അല്ലെങ്കിൽ ഗൾഫിൽ വെച്ച് മരിച്ചു പോയതാ. അയ്യോ, അത് ഭയങ്കര മോശമായി. അതാണ് അവൻ പെട്ടുപോയത്. അല്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പിരിച്ച് എന്തെങ്കിലും പൈസ കൊടുത്തൂടെ? പക്ഷെ കേട്ടിട്ട് കഷ്ടമല്ലേ. ഞങ്ങളെ എല്ലാ പിന്തുണയും അവനുണ്ടാവും, ഞങ്ങൾ അവന്റെ കൂടെ തന്നെ എന്തായാലും. അത് പക്ഷേ ജോലി തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്, കാരണം യൂണിയന്റെ ഒരു സപ്പോർട്ട് ഉണ്ട്. യൂണിയൻ ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ. യൂണിയൻ കാശ് പിരിച്ചു കൊടുക്കുമോ? അല്ല, നമ്മള് സമരം ചെയ്യാനുള്ള ശ്രമമാണ്. അത് വേണം. യൂണിയൻ എന്താണ് പറയുന്നത് അതുപോലെ ചെയ്യണം. യൂണിയൻ അങ്ങനെ ഇത് കാണിക്കില്ല, കാരണം നമ്മള് ഇതിപ്പോ ഇന്ന് എനിക്കില്ലെങ്കിൽ നാളെ അല്ലെ പറഞ്ഞ ഓരോരുത്തർക്ക് മാറി വരാമല്ലോ. അതായത് യൂണിയൻ എന്ത് തീരുമാനം എടുത്തോ അതിന്റെ ഒപ്പം നിൽക്കുക, കരിങ്കാലി പണി ചെയ്യരുത്. സഹപ്രവർത്തകന് വേണ്ടിയിട്ട് ജീവൻ വരെ കൊടുക്കാൻ നിൽക്കണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്റെ ചെറുപ്പത്തില് ഞാൻ ഈ കൃഷി ഓഫീസിലേക്ക് ഞങ്ങളുടെ ഈ വളത്തിന് വില കൂട്ടിയതിന്റെ പേരിൽ ഞങ്ങൾ ഒരു കേട്ടതാ. അല്ല അന്നല്ലേ അമ്മാവന് കല്ലെറി കിട്ടിയത്? അത് ഞാൻ മാത്രം ധൈര്യത്തോടെ അങ്ങനെ നിന്നു, ബാക്കിയുള്ളവരൊക്കെ ഓടി. അങ്ങനെ ഓടരുത്, നമ്മളൊരു സമരത്തിന് നിൽക്കുമ്പോ മുന്നിൽ നിൽക്കണം. അങ്ങനെയല്ല ഇവിടെ പറഞ്ഞത്. നീ എങ്ങനെ കേട്ടു? പിന്നെ അല്ല ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ പിന്നിലെ കുറെ കഥ ഉണ്ടായിക്കോ. അമ്മാവന്റെ ഒരു ഗ്ലാസ് മോനോട് കൊണ്ടുപോകും. എനിക്ക് വേണ്ട, ഞാൻ പോയിട്ടോളാം. അപ്പൊ നീ ഒരു കാര്യം ചെയ്യേ, ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാല് നീ എന്താണ് ചേർത്തോളൂ. യൂണിയൻ എന്ത് തീരുമാനിച്ചാലും ശരി, നമ്മൾ കൂടെ നിന്നുണ്ട്. ഇനി അഥവാ അവർ കുറച്ച് ഉഴപ്പിയാൽ പോലും നമ്മളത് മാക്സിമം സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് നമ്മുടെ ശക്തി എന്താണ് നമ്മൾ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ അത് പെട്ടു. കാരണം ഈ അജയന്റെ അവസ്ഥ നാളെ ആർക്ക് വേണം വരാം, അത് മറന്നുകൊണ്ടാ. മനസ്സിലായി പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിങ്ങോട്ട് വെറുതെ അങ്ങോട്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ നിൽക്കലല്ല സമരം. മോരും വെള്ളം വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയിടത്തോളാന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ ഇറങ്ങാം കേട്ടോ. പിന്നെ മാമ ഒരു കാര്യം പറയട്ടെ, ഒരു കഥയുണ്ടല്ലോ 50 പ്രാവശ്യത്ത് കൂടുതൽ പറയട്ടോ, ഭയങ്കര ബോറാവും. കുടിച്ചോ. ഇന്ത്യ തോറ്റു. ഇങ്ങനെയൊക്കെയുള്ള ശീലം ഉണ്ടോളയാ? ഇങ്ങനെയൊക്കെയുള്ള ശീലം ഉണ്ടാ ഇങ്ങോട്ട്? ഇത്ര അത്യാവശ്യപ്പെട്ട് വായിക്കുക അതിനകത്ത്. മറ്റേ കേസൊന്നും ഇതിൽ വന്നില്ല അജയന്റെ. അതിന് വേണ്ടി വലിയ കാര്യമൊന്നുമില്ലല്ലോ. അത് വലിയ കാര്യമില്ലേ? പിന്നല്ലാതെ കക്കയും മോട്ടിക്കുകയും ചെയ്യണത് വലിയ കാര്യമില്ലെന്ന് നീ പറഞ്ഞാ KCB മൊത്തത്തില് അതാ ട്രാൻസ്ഫോമറാ വിഴിക്കുന്നത്. എന്താണ് സംഭവം? ചുമ്മാ ആവശ്യമില്ലാത്തതൊന്നും അല്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ അവനെ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത്? അത് അങ്ങനെ ഭ്രാന്ത്. അവന്റെ നമ്മുടെ ഓഫീസറൊക്കെ അവനായിട്ട് ചെറിയൊരു ചുരുക്കുണ്ട്, അതിന് അയാൾ മാക്സിമം ഇട്ട് പണിയുന്ന. ചുമ്മാ അതൊന്നും അല്ല. ഇത് എന്തോ നിനക്ക് വല്ല പങ്കുണ്ടാ? ചുമ്മാ ആവശ്യമില്ലാത്തവരല്ലേ. അല്ല ഞാൻ പലപ്പോഴും നോക്കരുത്, നിങ്ങൾ ഈ രാഷ്ട്രീയക്കാർക്ക് നമ്മുടെ എന്താണ് ദേഷ്യം? സർക്കാർ ഉദ്യോഗസ്ഥരോട് സർക്കാർ ഉദ്യോഗസ്ഥരോട് എന്താണ് ഇത്ര ദേഷ്യം, ഇത്ര അസൂയ? അതിന്റെ ഒരു സത്യാവസ്ഥ പറഞ്ഞു. ഞങ്ങൾ ജോലി ചെയ്തു, നിങ്ങൾ ജോലി ചെയ്യുന്നില്ല. അല്ലാതല്ല ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാര് KCB ഓഫീസിൽ വരുമ്പോൾ നിങ്ങൾ അവിടെ ഇട്ട് ചുറ്റിക്കളിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എന്ത്? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അല്ല ഞാൻ ചോദിക്കായിരുന്നു, ഞങ്ങളുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് ഒരു രാഷ്ട്രീയക്കാർക്ക് എന്താണ് അത്ര ദേഷ്യം? എന്താ? വേറെ ഒന്നുമല്ല, യുവമാരോരോ ശുപാർശയായിട്ട് വരുമ്പോഴേ നമ്മൾ ചെയ്തു കൊടുക്കൂല.
അപ്പൊ അതിനൊരു ചുരുക്കാണല്ലോ. അവ നിങ്ങൾ ചെയ്യാതെ ഇരുന്ന് നോക്കാം, അപ്പൊ അറിയാൻ വിവരം. അങ്ങ് പോവാം അട്ടപ്പാടിയിലും. അപ്പൊ എന്താണ് നിങ്ങൾ വരുന്ന സാധനങ്ങൾ ചെയ്തു തരണം. എടേ ഞങ്ങൾ ആർക്ക് വേണ്ടി? പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു പൊതുജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പൊതുജനങ്ങളുടെ പൈസയാണ് നിങ്ങളുടെയൊക്കെ കയ്യിൽ ശമ്പളമായിട്ട് വരുന്നത്. നിങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളവർ വരുമ്പോൾ അവരുടെ ആവശ്യം സാധിച്ചു കൊടുക്കണം. പക്ഷെ നിങ്ങളെ പോലുള്ള മേലാളന്മാർ വന്നിട്ട് ഇങ്ങനെ റെക്കമെൻഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് സാധാരണക്കാരൻ വന്ന് പറയുമ്പോ കേൾക്കാതെ വരുമ്പോ ഞങ്ങളെ പോലുള്ള പ്രമുഖർ വന്ന് പറയേണ്ടി വരുന്നു. ആ സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കും. ഓൺലൈനിലൂടെ അയച്ചു അടയ്ക്കാമല്ലോ ഇതൊക്കെ. എന്തിനാ അവിടെ ക്യൂ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. കൊള്ളാം, കൂലിക്ക് പണിക്ക് പോണ തങ്കപ്പനൊക്കെ ഓൺലൈനിൽ വന്നിട്ട് ഇത് അടയ്ക്കാൻ നിൽക്കും. അജയനല്ല, ഞാൻ കൂടി അവിടെ നിന്ന് കട്ട് മോട്ടിച്ചിട്ടാണ് അവനാണ് അജയനെ സസ്പെൻഡ് ചെയ്തത്. അല്ല അത് പറഞ്ഞപ്പോ ഇവൻ അങ്ങോട്ടും ഇഷ്ടപ്പെടില്ല. അജയൻ നിന്റെ അളിയനൊന്നും അല്ലല്ലോ. അളിയനാണ് ഞാൻ ഉണ്ടായിരുന്നത്. എടാ എന്തിനാടാ വെറുതെ അവനോട് ചൊറിയാൻ നിൽക്കണേ? അവന്റെ ഒരു സഹപ്രവർത്തകൻ എന്തോ പറ്റി, അവന്റെ യൂണിയൻകാർ പറഞ്ഞു, അവർ അതിനെ എതിരിടുന്നു. നീ നിന്റെ പാർട്ടിക്കാരെ ഇടപെടുമ്പോ ഇവൻ ഇടപെടാറില്ലല്ലോ. ഞാനേ ഒരു പൊതുപ്രവർത്തകനാണ്. ഞങ്ങൾ ഇതൊക്കെ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ്. പോര് തന്നെ പോര്. രാവിലെ അളിയൻ പോര് തുടങ്ങി നിന്റെ ആങ്ങളെ എന്നോട് പോര്. ഞാൻ ഇതുവരെ ചൊറിഞ്ഞിട്ടില്ല. ഞാൻ ഇതുവരെ ചിരിച്ചോണ്ടിരിക്കുക. തങ്കം അവനായിട്ട് കൊണ്ടേക്കാ. രാഷ്ട്രീയം എവിടെ പറഞ്ഞാലും തല്ലിലെ കലാശിക്കും. ഇത് രാഷ്ട്രീയമല്ല, ഇത് കൊള്ളരുതായ്മയും കൊള്ളയ്ക്കുമെതിരെ ഞാനൊന്ന് സംസാരിച്ചു. അത്ര കൊള്ളരുതായ്മയും കൊള്ളയ്ക്കുമെതിരെ ഒന്നുമല്ല, ഇത് ചൊറിച്ചില്ല. പോയിക്കോ, അത് നല്ല വിഷയമല്ല. നല്ല വിഷയം സംസാരിക്കും. പത്രത്തിൽ വരുമ്പോ വായിച്ചാ പോരെ. വിഴുങ്ങി വെറുതെ ആവശ്യമില്ല മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഇത്ര നേരം അടങ്ങിയിരുന്നു. അല്ലടാ, അവൻ പറഞ്ഞതുപോലെ മറ്റോ കട്ടയിൽ അണക്ക് വല്ല പങ്കുണ്ടോ? അല്ല, അതിനെ കൊണ്ട് അതിന് കൊള്ളില്ല എനിക്കറിയാം. അത് വെറുതെ ചോദിച്ചതാ. അതിന്റെ പോണ്ടാ. അയ്യോ, സെക്രട്ടറി ആണല്ലോ. ഹലോ സാർ. ഞാനോ? ഹലോ സാർ, അത് അല്ല സാർ, ഇപ്പോൾ വേറെ എന്തൊരു ഞാൻ തന്നെയോ? ഒരു മിനിറ്റ്, ഞാൻ കനകന് കൊടുക്കാം. സെക്രട്ടറി. ഹലോ. അല്ല അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ നന്നായി. വലിയ ഉപകാരം, അത് വലിയ ഉപകാരം. അല്ല, നമ്മളിങ്ങനെ ആലോചിക്കരുത് യൂണിയൻ എന്താണ് തീരുമാനിക്കുന്നുള്ളത്. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനം എടുത്തതല്ലേ. കാരണം നമുക്ക് യൂണിയൻ ഉണ്ട് നമ്മളോടൊപ്പം ഒന്നൊരു. അതെ ഞാൻ അവനോട് സംസാരിച്ച് നോക്കാം. ശരി. എടാ, എന്തെന്നറിയാമോ, അല്ല ഇങ്ങനെ നമ്മളെപ്പോലുള്ളവർക്ക് ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ ഇതുപോലൊരു തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത്. അപ്പൊ ആരെങ്കിലും ഒരാൾ ഇതിന് വില്ലിങ് ആവണം എന്ന രീതിയിലാണ് സംസാരിച്ചത്. എന്റെ പൊന്ന് കനക, ഞാനോട് കാര്യം പറയട്ടെ. ഇതിനോട് എത്ര ആയിരത്തിന്റെ മുകളിൽ കയറാൻ വേണമെങ്കിൽ പറഞ്ഞോ, പക്ഷെ പട്ടിണി നടക്കാച്ചി നമ്മളോട് പറയട്ടോ. അത് പറ്റൂല. കാരണം ഒരു ഇപ്പൊ പുള്ളി പറഞ്ഞതാണ്, നിരാഹാരം കിടന്ന് ഒരാൾ ഒരു നിരാഹാരം കിടക്കുക, നിരാഹാരം കിടന്ന് വിജയം വരെയും നമ്മൾ അതിനു വേണ്ടി പറയാ പോവുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അജയന് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ചേട്ടാ, എന്തറിഞ്ഞിട്ടായി പറയണേ? ഇത് ഞാൻ നമ്മളെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയും പെണ്ണുങ്ങളും കൂടി അപ്പം അടി തുടങ്ങുമല്ലോ അവിടുന്ന്. ഞാൻ പട്ടിണി കിടക്കുക പറഞ്ഞാല് നമ്മള് നിരാഹാരം കിടക്കണ പരിപാടി നമുക്ക് നടക്കില്ല. ഒരു കാര്യം ചെയ്യും, ഇതിപ്പോ ആരെയും കിടന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇജ്ജ് അങ്ങോട്ട് ഏറ്റെടുത്തോ. എന്റെ വീട്ടുകാരോട് ഞാൻ പറയും ചെയ്യാം. എനിക്ക് പറ്റുമല്ലോ, ഓൾക്ക് മനസ്സിലാവും. സെക്രട്ടറി ഇപ്പൊ നിന്റെ അടുത്തല്ലടാ പറഞ്ഞത്. ഞാനിപ്പോ എന്റെ ഇടയിൽ എനിക്ക് നിനക്കറിയാലോ, എനിക്ക് വിറയിൽ വരും. ഒരു 11 മണി 12 മണിയാകുമ്പോ തന്നെ വിറയിൽ വരും. പൊക്കത്ത് പോയ വിറയില്, ആഹാരം കഴിച്ചില്ലേ വിറയില്. എനിക്ക് ചെറിയ പ്രഷറിന്റെ ഇതുണ്ടെന്നാണ് തോന്നുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്നോടാണ് ഈ നമ്മളെ ഇതിൽ ഏറ്റവും സ്നേഹമുള്ളത്. അപ്പൊ ഇജ്ജി പട്ടിണി നടക്കുക എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് കോംപ്രമൈസ് ആവും. അത് മനസ്സിലായോ? വീട്ടിൽ ചെന്ന് പറയാൻ പറ്റില്ല, അവര് വല്ലതും പറയാൻ പറഞ്ഞാൽ അതിൽ ഞാൻ എന്റെ ജീവിതത്തിൽ നേരെ വശം തിരുത്തിട്ടില്ല. എനിക്കപ്പോ ഇത് അധികമൊന്നും വിശന്നിരിക്കണ്ടേ. ഒരു 10 മണി ആകുമ്പോഴത്തേക്ക് ഇത് കോംപ്രമൈസ് ആവും. അറിയാൻ വയ്യ, ഞാൻ ആലോചിക്കട്ടെ. അല്ല എനിക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റും. ആലോചിച്ചാ പോലെ ജന ഏറ്റെടുക്കണം. കാരണം ഞമ്മ കൊണ്ട് പറ്റാഞ്ഞിട്ടാ. നിനക്ക് പറ്റൂലടാ. എങ്ങനെ ഇവിടെ പട്ടിയാണ് ശീലമില്ലടാ, അതുകൊണ്ടല്ലേ. എന്തിനും വിഷമിക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, ഏട്ടൻ നിരാഹാരം കിടക്കാതിരുന്നാ പോരെ, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? പ്രശ്നം തീരുമോ? അജയനെ തിരിച്ചെടുക്കുമോ?
ആരെന്ത് പറഞ്ഞാലും ഏട്ടൻ നിരാഹാരം കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എടി ഇതിപ്പോ ആരെങ്കിലും ഒരാൾ കിടന്നേ പറ്റുള്ളൂ. ഫാസിലിനാണെങ്കിൽ പ്രശ്നമാണ്. ഫാസിലിന്റെ വീട്ടിൽ സമ്മതിക്കില്ല, അവളെ അമ്മ പ്രശ്നം, അല്ല അവന്റെ അമ്മ പ്രശ്നം, അവന്റെ ഭാര്യ പ്രശ്നം, മൊത്തത്തിൽ പ്രശ്നം തന്നെ. അപ്പൊ ഏട്ടനും പറയണേ ഏട്ടന്റെ വീട്ടിൽ പ്രശ്നമാന്ന് പറയണേ. ഇത് ആരെങ്കിലും ഒരാൾ സെക്രട്ടറി വിളിച്ച് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നിൽക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആ സെക്രട്ടറി ഇടപെട്ടെന്നേ. അങ്ങനെയാണടി പറയണത്. ഇപ്പൊ എനിക്കൊരു ഇന്നൊരു ഇന്നലെ ഇപ്പൊ അജയന്റെ ആവശ്യം, നാളെ എനിക്കൊരു ആവശ്യം വരുമ്പോ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി മാറിപ്പോയാൽ എന്ത് ചെയ്യും? ആരെങ്കിലും ഒരാൾ മെനക്കെട്ടേ പറ്റൂ. അതിനിപ്പോ മാറ്റമൊന്നും പറ്റില്ല. ആരെങ്കിലും ഒരാൾ മെനക്കെട്ടാ പോരെ. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും മെനക്കെട്ടെ. എല്ലാവരുടെയും കൂടെ ആവശ്യമല്ലേ ഇത്? നിനക്കെന്ന് പറഞ്ഞാൽ മനസ്സിലായി. ചുമ്മാ നീ പിന്നെ എന്തായാലും ഞാൻ സമ്മതിക്കത്തില്ല. ഒരു നേരം ഒന്ന് ഇത്തിരി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അപ്പൊ തന്നെ കയ്യും കാലും വിറക്കണ ആളാണ് ഞാൻ. സമ്മതിക്കത്തില്ല എന്തൊക്കെ പറഞ്ഞാലും. നീ സമ്മതിക്കണ്ട, ഞാൻ രാവിലെ പോയിക്കോളാം. പിന്നെ പോകും, എനിക്കൊന്ന് കാണുമല്ലോ പോണത്. എന്തായാലും സമ്മതിക്കത്തില്ല. എന്താ നേരത്ര എന്താ പിടിക്കണേ? പോയിട്ട് വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്. നാളെ രാവിലെ നിരാഹാരം കിടക്കാൻ പോണോന്ന്. അതിന് ഇന്നെ എന്തിനാ ഉറക്കം വെച്ചിരിക്കണേ? നാളെ അല്ലേ പോവാൻ ഞാൻ എന്തായാലും വിടത്തില്ല എന്ന് പറഞ്ഞു. അതെന്താ? പിന്നെ ഇനി വല്ലവർക്കും വേണ്ടിട്ട് ഇനി പോയി പട്ടിണി കിടക്കാനായിട്ടാണ്. എടി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി മുതൽ എത്ര എത്ര പ്രഗത്ഭ നേതാക്കന്മാര് നിരാഹാരം ഇരുന്ന് ഓരോരോ ആവശ്യങ്ങൾ നേടി തന്നിരിക്കണു. അതൊക്കെ അവർക്ക് വേണ്ടിട്ടാ. അവരല്ലേ. എന്നാലും ഞാൻ ഏട്ടനെ വിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ പെണ്ണ് എന്താ ഈ പറയണത്? ഒത്ത കൂട്ടുകാരന് വേണ്ടിയിട്ട് യൂണിയനിലെ പ്രശ്നം ഉണ്ടാക്കിയത് എന്തെങ്കിലും സമരം ചെയ്തിട്ട് അവനെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു ഇവന് ഫാസിലല്ലേ? അപ്പൊ ഇവരും ഇറങ്ങണ്ടേ? ഫാസിൽ പോയി കിടക്കട്ടെ. ഫാസിൽ കിടക്കൂലെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇനിയിപ്പോ നമ്മളിന് വേറെ ഓപ്ഷൻ ഇല്ല, നമ്മൾ തന്നെ പോണം. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഈ എന്റെ സംശയമാണ്, ഈ നിരാഹാരം എന്ന് പറയുമ്പോഴേ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റുമോ? രാവിലെ ദോശയും ചമ്മന്തിയും കാണും. ഞാൻ സംശയം പറഞ്ഞു. അതെ, ഇതിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവൻ അവിടെ നിരാഹാരം കിടക്കണമെന്നേ ഉള്ളൂ. നേതാക്കന്മാരുണ്ട്, യൂണിയനിലെ മറ്റ് മെമ്പർമാരുണ്ട്. അവരിങ്ങനെ ഡെയിലി വരും, പ്രസംഗിക്കും, പ്രക്ഷോഭം ഉണ്ടാക്കും. ഇതൊക്കെ സമരത്തിന്റെ ഭാഗമാണ്. പിന്നെ പ്രശ്നം എന്താന്ന് വെച്ചാ, ഒരു മാസം 6 മാസമൊക്കെ സമരം നീണ്ടാലാണ് പ്രശ്നം. അതാ അപ്പൊ ഇങ്ങനെ സമരം നീണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ വരും. കുടുംബത്തിൽ ആരെങ്കിലും കിടത്താൻ പറ്റുമോ? അതിൽ നല്ല നെയ്യാടി. നെയ്യാവുമ്പോണ്ടല്ലോ കുറച്ചും കൂടി ഇങ്ങനെ പത്രത്തിലൊക്കെ ഭയങ്കരമായിട്ട് വാർത്തകൾ വരും. സമരം വിജയിക്കും ചെയ്യും. ഏട്ടൻ അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഞാൻ എന്തായാലും ഏട്ടനെ വിടത്തില്ല. ഫാസിൽ വരുവാണെങ്കിൽ ഞാൻ പറയും. നീ ചുമ്മാ ഞാൻ എന്തെങ്കിലും നോക്കിയാൽ സമാധാനം തരയില്ല. അതിനിപ്പോ തന്നെ ടെൻഷൻ അടിക്കണ്ട. ഈ എന്താ അവന്റെ പേര് പറഞ്ഞ് അജയനോട് കിടക്കാൻ പറഞ്ഞ എന്താ കുഴപ്പം? അവന്റെ ആണല്ലോ ആവശ്യം. അയാൾ കിടക്കട്ടെ, പോയി അവൻ കിടക്കട്ടെ. എന്റെ അമ്മാവ, ഇപ്പൊ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നതാണോ അത് വേറൊരാൾ പറയുന്നതാണോ നല്ലത്? അവൻ തന്നെ പോയി കിടന്നാലൊരു അർത്ഥമില്ലല്ലോ. അതിനല്ലേ നമ്മൾ വേറെ ആള് വേറെ ആൾക്കാർ കിടന്നാലാണ് അവൻ നല്ലവനാണ്, പാവാണ്, അതുകൊണ്ട് അവന്റെ പിന്നിൽ ആൾക്കാരുണ്ട് എന്നുള്ള ഒരു സംഭവം വരും. ഒരു യൂണിയനുണ്ട്, അല്ലെങ്കിൽ അവന് വേണ്ടി മരിക്കാൻ ആൾക്കാരുണ്ട്, അവന് വേണ്ടി ചെയ്യാൻ ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോഴല്ലേ അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ. ഇവരുടെ യൂണിയനിൽ എത്ര പേരുണ്ടെന്നറിയോ അമ്മാവാ? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവര് രണ്ടുപേരല്ലേ ഒത്ത സുഹൃത്തുക്കള്. അവരത് ഏറ്റെടുക്കുക പറഞ്ഞ യൂണിയനിൽ തന്നെ അവർക്കുള്ള പേരും പെരുമ എന്താന്ന് കരുതി. അല്ലാതെ പേടിക്കൊന്നും വേണ്ട. ലാത്തി ചാർജ് എന്ത് വന്നാലുള്ള അടികൾക്ക് മറ്റുള്ളവർക്കേ കിട്ടുള്ളൂ. ഈ നിരാഹാരം കിടക്കണമെന്നൊന്നും ചെയ്യില്ല. ഇനി ഭക്ഷണം കിട്ടാണ്ട് വിശന്ന് പറഞ്ഞ് ജീവൻ പോവാറാവുമ്പോ വല്ലവരും നിർബന്ധിച്ച് വല്ല ആംബുലൻസിൽ കയറ്റി ആസ്പത്രിയിൽ എത്തിക്കുക, അത്രേ ഉള്ളൂ. നീ ഞാൻ പറയുന്നത് കേക്ക്. ഇപ്പൊ പോയിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും. നാളെ തൊട്ടിട്ട് എത്ര ദിവസം ഇരിക്കേണ്ടി വരാന്ന് പറയാൻ പറ്റില്ല. നീ ചെന്ന് അവന് ഭക്ഷണം കഴിച്ചു കൊടുക്ക്. ഞാനൊരു കാര്യം പറയാം, ഏട്ടൻ കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കരിങ്കാലി എന്ന് പറയും. ഞാൻ സമ്മതിക്കത്തില്ല. കരിങ്കാലി എന്ന് പറയും. അവളുടെ വാക്കെങ്ങാനും കേട്ടാ എന്ത് വന്നാലും നീ തന്നെ കിടക്കണം. നമ്മുടെ തറവാടിനൊരു അഭിമാനമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്തു നമ്മുടെ കുടുംബത്തിലെ ഒരാളെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അന്തസ്സം എന്താ? നീ സമരത്തിലൂടെ നേടിയെടുത്ത അവനെ ഇങ്ങടെ അങ്ങോട്ട് പോണ്. എടാ ഭക്ഷണം കഴിക്കാൻ അകത്തേക്ക് പോ. ഞാൻ കഴിച്ചോളാം. ചാടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടും. എന്നിട്ട് അവസാന നേരത്ത് എന്താ പറഞ്ഞിട്ട് കാര്യം? ഇയാളുടെ മകൻ ഇങ്ങനെ തന്നെ ചെയ്യും. എൻ്റെ അളിയ, ഇപ്പൊ എനിക്ക് നീ എൻ്റെ അളിയനാണെന്ന് പറയാനൊരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. സത്യാഗ്രഹം നിരാഹാരം കിടക്കാൻ നീ ഏറ്റെടുത്തു ഞാൻ അറിഞ്ഞു. ഇല്ലല്ലേ, അത് തീരുമാനിച്ചില്ല. എന്ത് തടസ്സം? പറ്റൂലേ, കാരണം വെറുതെ നമ്മളെ ആവശ്യമില്ല. നീ ശീലല്ല, വിശന്ന് ശീലമില്ലാത്തന്നെ. എന്തോന്ന് വിശന്നൊന്നും അങ്ങനെ ഇരിക്കാറില്ല. ആണെങ്കിൽ വിശന്നപ്പോ തല. എൻ്റെ അളിയ, ഇതുപോലൊരു അവസരം നോക്കിയിരിക്കുന്ന ആളാണ് ഞാനൊക്കെ. നീ എപ്പോ വരുന്നതാണ്? നീ ഇത് നിരാഹാരം കിടക്കണം.
നീ നിരാഹാരം കിടന്ന് ഈ സമരം വിജയിച്ചു കഴിഞ്ഞാൽ നീ ആരാ? പിന്നെ നിന്നെ പിടിച്ചാൽ കിട്ടൂല. ചുമ്മാരടി വലിയ ആൾക്കാർ വർത്തമാനം എന്നോട് നീ എന്ത് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കണേ? സത്യാഗ്രഹം വിശക്കും. എന്തോന്ന് സത്യാഗ്രഹം വിശക്കും? സത്യാഗ്രഹം വിജയിച്ചാലുണ്ടാവുന്ന ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ അളെ. പിന്നെ നീ ആരായി? നീ വലിയ നേതാവായി. പിന്നെ നിനക്ക് ജോലിയൊന്നും ചെയ്യണ്ട. രാവിലെ ഓഫീസിൽ കയറുക, എല്ലാവരും കൈ കാണിക്കുക, പിന്നെ അങ്ങനെ പോവുക. എനിക്ക് ജോലി ചോദിച്ചാലേ ജോലി കുറെ നാളായില്ലേ നീ സർക്കാരിനെ സേവിക്കാൻ തുടങ്ങിയിട്ട്? കുറച്ച് ഇനി റെസ്റ്റൊക്കെ എടുക്ക്, പ്രായമായില്ലേ? ആ ഈ മനുഷ്യൻ അങ്ങനെ പല വേണ്ടാതിനും പറയും. അതും കേട്ട് തുള്ളാൻ നിന്നിട്ടുണ്ടെങ്കിൽ മോനെ വിശന്ന് നീ ചാവുള്ളൂ. അയ്യാ, ഞാനേ രാഷ്ട്രീയത്തിൽ ഇവിടെ കിടന്ന് മുരടിച്ച് കിടക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഇതുപോലെ ഒരു പിന്തിരിപ്പി ഉള്ളതുകൊണ്ടാ എന്റെ മനസ്സിലെ വിഷമം ഞാൻ ഇന്നവരാളിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നീ എങ്ങോട്ടും പോണ്ട. ഇവരൊന്നും സമ്മതിക്കൂല അളിയാ. ഇവളുമാർക്കൊക്കെ ഇത് എന്തോ അറിയാം. നിരാഹാരത്തിന് സത്യാഗ്രഹത്തെ കുറിച്ച് എന്തറിയാം? നമ്മുടെ നാട്ടിലുള്ള കൊള്ളരുതായിക്ക് അനീതിക്കെതിരെയും സമരം ചെയ്യാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രപിതാവ് കാണിച്ചു തന്നുള്ള മാർഗങ്ങളാണ് നിരാഹാരവും സത്യാഗ്രഹവും. നമ്മൾ കിടക്കണത്. എന്റെ ആങ്ങളയുടെ പേര് കനകൻ, ഗാന്ധിജി എന്നല്ല. എന്റെ ആങ്ങളെ കനകനായിട്ടിരുന്ന അല്ലടി അളിയൻ പറഞ്ഞാൽ കാര്യമുണ്ട്. കാരണം ഗാന്ധിജിയെ പോലുള്ള വലിയ ആൾക്കാരൊക്കെ നമുക്ക് വഴികാട്ടി ആയല്ലേ. അപ്പൊ കാരണം അജയന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകൂല. അജയന്റെ കാര്യത്തിന് തീരുമാനമാകാൻ നിങ്ങളുടെ യൂണിയനിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നു. നീ മഞ്ഞോള. ഫാസിൽ സമ്മതിക്കുന്നില്ല. ഫാസിലിന്റെ അടുത്ത് ഒരുപാട് നിർബന്ധിച്ച് ഫാസിൽ പറയുന്ന പറ്റാണ്ട് ഉമ്മ സമ്മതിക്കുന്നില്ല. വേറൊരു കാര്യം, അങ്ങനെ ഒരു തടസ്സം നിൽക്കണം നല്ലതാണ്. ഫാസിൽ തട്ടിയെടുക്കണേ നീ ഇത് കിടക്കണമെന്ന് നല്ലതളിയാ. ഞാൻ പറയണതാണ്, ഇതൊക്കെ ഒരു അവസരമാണ് ജീവിതത്തിൽ വീണ് കിട്ടാൻ. എന്റെ മുഴുവൻ പിന്തുണ ഉണ്ടാവും. നിങ്ങളുടെ പിന്തുണ നിങ്ങളുടെ പാർട്ടിക്ക് കൊടുത്താൽ മതി. അവൻ അതിനുള്ള കഴിവൊന്നുമില്ല. അത് നീ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞത് ഇത് അളിയാ, ഞാൻ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇപ്പൊ ഒരു ദിവസം പട്ടിരിക്കണതല്ലേ ഉള്ളൂ. പിന്നെ എത്രയും പെട്ടെന്ന് അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർത്തിട്ട് പോവുകയും ചെയ്യാമല്ലോ. കോംപ്രമൈസ് ആയല്ലേ. എടാ, നിനക്ക് ഒരു നേരം പട്ടിണി ഇരിക്കാൻ പറ്റുമോ? അതെ, ആവശ്യം വന്നിരുന്നല്ലേ പറ്റുള്ളൂ. അതെ, പട്ടിണി ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇതിനൊക്കെ അതിന്റെ മുന്നൊരുക്കങ്ങള്. എന്തായാലും സത്യാഗ്രഹം കിടക്കാൻ തീരുമാനിച്ചല്ലോ. ഇപ്പൊ ഞാനൊരു ടിപ്പ് പറഞ്ഞു. തീരുമാനിച്ചിരിക്കുന്ന ആളാ. നീ പറഞ്ഞ് തിരിപ്പിക്കല്ലേ അളിയ? ഒന്നുമില്ല. നീ ഇന്ന് ഭക്ഷണം കഴിച്ചോ? രാത്രിത്തെ ഞാൻ കഴിക്കാൻ പോണല്ലേ ഉള്ളൂ. നന്നായി കഴിക്കരുത് അളി. ഒരു ഇള്ളോടെ വെള്ളം കുടിച്ചിട്ട് സമരപ്പന്തലിൽ പോയി ഇരുന്ന് നോക്കിയാണ് നിനക്ക് ഒരാഴ്ച സുഖമായിട്ട് ഇവിടെ കിടക്കാം. അല്ല, പക്ഷേ വെള്ളം രാത്രി 12 മണിയൊക്കെ എനിക്ക് ഭയങ്കര വിശക്കോടി. എന്റെ അളിയാ, നമ്മുടെ ശരീരം നമ്മൾ പറയണത് കേൾക്കും. മനസ്സ് ചിലപ്പോൾ ഇങ്ങനെ ആടി നിൽക്കും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകൾ പറയണത് അത് ശ്രദ്ധിക്കരുത്. നീ ധൈര്യമായിട്ട് പോയി. എന്റെ പിന്തുണയുണ്ട്. ധൈര്യമായിട്ട് ചെല്ലും. നമുക്ക് പറഞ്ഞില്ലേ, അപ്പൊ അജയന് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഇതാണ്. അതെ, അല്ല വേറെ മാർഗമില്ല. അവിടെ തിരിച്ചാക്കണ്ടേ. ഞാൻ എങ്ങനെയെങ്കിലും മനസ്സിൽ ആക്കിക്കൊണ്ട് വരുമ്പോ അവള് വേണ്ടെന്ന് പറയും. ഇപ്പൊ നീ വേണ്ടെന്നത് കൊച്ചു വേണ്ടെന്ന് പറയുന്നു. അളിയൊരു കാര്യം ചെയ്യും, അവരാകുമ്പോ കുറച്ച് പരിചയം. ഇത്തിരി പഞ്ഞി എടുത്ത് എന്റെ ചെവിയിലോട്ട് ആര് പറയണം കേൾക്കില്ല. അല്ലെങ്കിൽ ഇതിലേ കളയുക. അതാണ് നല്ലത്. മൈൻഡ് ചെയ്യരുത്. സമരം വിജയിപ്പിക്കുക. അതെ അതെ അതെ. അല്ലെ പിന്നെ അവന് ഇപ്പൊ നമുക്ക് നാളെ വരെ എനിക്കൊരു ആവശ്യം വന്നാൽ അവനല്ലേ നിൽക്കേണ്ടത്. കറക്റ്റ്. നീ ചുമ്മാ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. അപ്പൊ ഞാൻ വേറെ എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാം. അവന് പട്ടിണിക്കിടാനാ? അവൻ ഇപ്പൊ പോണ ഒരു ദൗത്യം. അതിന് എന്റെ എല്ലാ പിന്തുണയും ഞാൻ കൊടുത്തിട്ടുണ്ട്. ദൗത്യം അവനെ പണിയെടുത്ത് ജീവിക്കണ ചെറുക്കൻ. അവൻ പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടം. പിന്നെ പോലെ മേലെ ഞങ്ങാതിരിക്കണവരെല്ലാവരും. എടി, ഞാനൊക്കെ എന്തോരം സത്യാഗ്രഹം കിടന്നേക്കണ്. എവിടെ? അയ്യോ, ഞാനിനി എന്ന് ഇറങ്ങുമ്പോ പറഞ്ഞിട്ട് പോകാന്നില്ല. ഞാൻ ഇന്ന് നിരാഹാരം കിടക്കുന്നു. എടി, ഞാൻ ഇവിടെ നിന്ന് എന്ന് ഇറങ്ങണത് നിരാഹാരം കിടക്കണേ എന്നുള്ള കണക്കിനാണ് ഇറങ്ങണേ. പക്ഷേ ഞാൻ സമരപ്പന്തലിൽ ചെല്ലുമ്പോ മറ്റൊരു വരും കാല് പിടിക്കാനായിട്ട്. പിന്നെ കോംപ്രമൈസായി അപ്പോൾ തന്നെ സമരം വിജയിക്കും. അതെന്റെ കുറ്റമാണോ? അതാണ് നമ്മളെപ്പോലുള്ള പ്രമുഖർ നിരാഹാരം കിടക്കുന്നത് ഗുണം. ഭയങ്കര വൃത്തികേടാണ് ക്ലീറ്റോ ഇത്. നിരാഹാരം കിടക്കുന്നത് ഒരു വൃത്തികേടും ഇല്ല. നിങ്ങളുടെ സ്വഭാവം 4 കുറ്റി പുട്ട് നിന്നിട്ടല്ലേ നിരാഹാരം കിടക്കാൻ പോണത്. എന്നും രാവിലെ നിരാഹാരം കിടക്കാൻ പോകുന്നു. പറഞ്ഞ കുറെ ഒരു നേരം ഒന്ന് ഇത്തിരി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അപ്പൊ തന്നെ കയ്യും കാലും വിറക്കണ ആളാണ്. ഞാൻ സമ്മതിക്കത്തില്ല എന്തൊക്കെ പറഞ്ഞാലും. പ്രശ്നം എന്താന്ന് വെച്ചാ, ഒരു മാസം 6 മാസമൊക്കെ സമരം നീണ്ടാലാണ് പ്രശ്നം. അങ്ങനെ സമരം നീണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ വരും. ഈ മനുഷ്യൻ അങ്ങനെ പല വേണ്ടാതിനും പറയും. അതും കേട്ട് തുള്ളാൻ നിന്നിട്ടുണ്ടെങ്കിൽ മോനെ വിശന്ന് നീ ചാവുള്ളൂ.
ആ ഫാസിൽ വന്നാ കനകനേടെ ഇങ്ങോട്ട് വന്നാ ഓ ഇനി റെഡി ആയില്ല അല്ലെങ്കിൽ തന്നെ നേരം വൈകി മാമ. അതല്ല ഒരു പ്രശ്നമുണ്ട് ഇങ്ങോട്ട് വാ. പ്രശ്നം കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ? വാ. വേണ്ട എന്ത് പറ്റി? എടാ ഒന്നും പറയണ്ട. ഇന്നലെ സന്ധ്യ ആകുമ്പോ തുടങ്ങിയ പനിയാ. രാത്രി 12 മണി വരെ ഇങ്ങനെ കിടുകിടുക്കിടാന്ന് വർക്കായിരുന്നു. പറഞ്ഞ പോലെ നല്ല പനിയുണ്ടല്ലോ. എന്താ ചെയ്യും? അല്ല എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇട്ട് കളിപ്പിക്കുക? ആശുപത്രി കൊണ്ടുപോകണമെന്നേ. മരുന്ന് കൊടുത്തിപ്പോ. ആര് കൊടുത്ത്? ഉണ്ടായിരുന്നു മരുന്ന്. ആശുപത്രി കാണിച്ചിട്ടാണോ? എടാ അത് അങ്ങനെ പേടിക്കല്ലേ, ഇത് വൈറസ് പനിയാണ്. ഒരാഴ്ച റെസ്റ്റ് എടുത്താൽ മാറും. എന്റെ മാമ നിങ്ങൾ എന്ത് പൊട്ടത്തരാ പറയണത്? ഇപ്പൊ ഈ പ്രളയമൊക്കെ കഴിഞ്ഞിട്ടേ പലവിധം പനിയാണ് പടർന്ന് പന്തലിക്കണത്. അറിയാം നിങ്ങൾക്ക്? ഞങ്ങൾ ഈ ചളിവെള്ളത്തിലൊക്കെ ചവിട്ടി കറണ്ട് കൊടുക്കാൻ പോണതല്ലേ. അപ്പൊ എന്തൊക്കെ പനിയാന്ന് ഇപ്പൊ നിങ്ങൾക്ക് അറിയോ? എടാ ഡോക്ടർമാരനെ പറഞ്ഞിട്ടുണ്ട് 2 ദിവസം ഏത് പനി വന്നാലും കാക്കണം. എന്നിട്ട് മാറിയില്ലെങ്കിലാണ് അത് മറ്റൊരു രോഗത്തിന്റെ ലക്ഷണം എന്ന്. അത് പനി വരുമ്പോഴേക്കും ഓടല്ല, ഒരാഴ്ച റെസ്റ്റ് എടുത്താൽ മതി, മാറും. എന്തായാലും എനിക്ക് തോന്നില്ല ഇത് അങ്ങനെ സിമ്പിൾ പനിയാന്നുള്ളത്. നോക്കാം, 2 ദിവസം കഴിയട്ടെ. നല്ല പനി ഉണ്ടോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ, റെസ്റ്റ് എടുക്കണം കേട്ടോ. ആനങ്ങൊന്നും വേണ്ട. അവൻ എന്താ കുടിക്കാൻ കൊടുത്തത്? ഇപ്പൊ കഞ്ഞി കുടിച്ചിട്ട് കിടക്കുവാ. കഞ്ഞി കൊടുത്താൽ മതി, ചോറൊന്നും കൊടുക്കണ്ട. ഇടാ കുഴപ്പമില്ലല്ലോ അല്ലേ? നല്ല ചൂടുണ്ട് നീ. എന്നാലേ ഞാൻ പോയി തരാം. ശരി ശരി, ഞാൻ വൈകുന്നേരം വരാം കേട്ടോ. അല്ല ഇപ്പൊ വേറൊരു സംഭവം ഉണ്ടല്ലോ. എന്തേ? നിരാഹാരം കിടക്കാന്ന് പറഞ്ഞൊരു സമരല്ലേ ഇന്ന്? അയ്യോ അവനല്ലേ? ഇന്നാണല്ലോ സമരല്ലേ? ഏട്ടന്റെ ഈ അവസ്ഥയിലൊന്നും പോകാൻ പറ്റത്തില്ല. അതെങ്ങനെ പറ്റണേ? അതൊന്നും പറ്റില്ല, ഒരാഴ്ച റെസ്റ്റ് എടുക്കണം. അപ്പൊ അത് പൊളിഞ്ഞല്ലോ. എങ്ങനെ പൊളിയണ്? ഒരാൾ മാത്രമല്ലോ, നിങ്ങളുടെ യൂണിയനിൽ ഒരുപാട് പേരില്ലേ? മാമ നിങ്ങൾ എന്താ പറയണേ? നിരാഹാരം കിടക്കാന്ന് ഇവൻ വലിയ മനസാന്നിധ്യത്തോടെ ഏറ്റെടുത്താ ഞാൻ ചെയ്തോളാന്ന്. ഓ അങ്ങനെ കിടക്കുമ്പോ പിന്നെ എങ്ങനെയാ അത് നടക്കുക? എടാ ഈ മനോധൈര്യം ഉള്ളവരെയാണ് ഇത് ഏറ്റെടുക്കുന്നത്. ഈ നിരാഹാരം കിടക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ അത് ഒരു ദിവസം കിടന്നാൽ മതിയാവില്ല, ചിലപ്പോ ഒരാഴ്ച കിടക്കേണ്ടി വരും, ചിലപ്പോ ഒരു കൊല്ലം കിടക്കേണ്ടി വരും. വെച്ചങ്ങ എത്ര കാലം ആ ശ്രീജിത്തിന്റെ ഏട്ടൻ കിടക്കണു. അപ്പൊ അങ്ങനെ കടന്നിട്ടായാലും സഹപ്രവർത്തനം വേണ്ടിയിട്ട് കാര്യം നേടുന്നവരെ സമരം ചെയ്യണം. മാമ മനസാന്നിധ്യത്തോടെ ഞാൻ അത് ചെയ്തോളാന്ന് പറഞ്ഞ ഇവനാ പനിച്ചു കിടക്കണത്. പിന്നെ ഇപ്പൊ എങ്ങനെ ചെയ്യൂ? ഇനി നീ ചെയ്യണം. ഞാനോ? ആ മനസാന്നിധ്യം ഇല്ല മാമ. Alien versus Alien.